ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC CGL എക്സാമിന് റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ SSC CGL ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ, അവസാനത്തേക്കായിട്ട് മാറ്റി വെക്കേണ്ട. അപ്പോൾ റീസണിങ്ങിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PDF, കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീസണിങ്ങിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാൻ പല ടോപ്പിക്സ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ ഫോളോവിങ് ഇക്വേഷൻ ഈസ് ഇൻകറക്റ്റ്, വിച്ച് ടു സൈൻ ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ഇറ്റ് കറക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് സൈൻസ് ഇന്റർചേഞ്ച് ചെയ്താലാണ് ആ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 × 12 - 3 ഡിവൈഡഡ് ബൈ 10 + 2. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 10 3/10 ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പ്ലേസ് ചെയ്യുന്ന രീതിയിൽ നോക്കാം. ഇപ്പൊ ഡിവൈഡഡ് ബൈ ആൻഡ് മൈനസും കിടക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ ആൻഡ് പ്ലസും കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ ആൻഡ് മൈനസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മൈനസിന്റെ ഇവിടെ 12/3 എന്ന് വരും. അത് പറ്റും അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെയൊന്ന് നോക്കാം. 18 × 12 ഡിവൈഡഡ് ബൈ 3 മൈനസ് 10 + 2 അങ്ങനെ നോക്കാം. 12/3 എന്ത് വരും? 4. 18 × 4 എന്ത് വരും? 72. 72 - 10 + 2. 72 - 10 62. 62 + 2 64. അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ നോക്കിയിട്ട് ഓപ്ഷനിലേക്ക് ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കുറച്ചും കൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ കിട്ടാനുമുള്ള സാധ്യത ഉണ്ട്. സോ എന്താണ് ഈ ഒരു ഡിവൈഡഡ് ബൈ സിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അടുത്തത് ഒരു കോഡിംഗ് ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കോഡിംഗ് ഡീകോഡിംഗ് പ്ലസ് ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു ഓപ്പറേഷനുമായിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓൾസോ അതിൽ വരുന്നുണ്ട്. എന്താണ്, നമുക്ക് സിമ്പിൾസ് തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ 3 ആൻഡിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. 56 ഹാഷിന് പകരം എന്താ കൊടുക്കേണ്ടത്? ഡിവിഷൻ. 4 ദെൻ ഇതിന് എന്താ കൊടുക്കേണ്ടത്? അഡീഷൻ. പ്ലസ് 108 ദെൻ ഈ എക്സ്ക്ലമേഷന് പകരം എന്താണ്? സബ്ട്രാക്ഷൻ. -55. ഇപ്പൊ 3 × 56/4 എന്താണ്? 14 പ്ലസ് 108 - 55. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 14 is 42. 42 + 108 is 150. 150 - 55 is 95. So answer is option B. അടുത്ത ചോദ്യം, introducing a girl, a boy said, she is the daughter of the only daughter of the father of my maternal uncle. How is a girl related to the boy? Blood relation relate ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബോയ് എന്താണ് പറഞ്ഞത്? ബോയ് ആണ്. സോ പ്ലസ് കൊടുക്കാം. ബോയ് എന്താണ് പറഞ്ഞത്? ഷീ ഈസ് എ ഡോട്ടർ ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് ദി ഫാദർ ഓഫ് മൈ മെറ്റേണൽ അങ്കിൾ. ബോയുടെ മെറ്റേണൽ അങ്കിൾ എന്ന് വെച്ചാൽ ബോയുടെ മദറിന്റെ ബ്രദർ, അതാണ് ആര്? മെറ്റേണൽ അങ്കിൾ. ഓക്കെ, മെറ്റേണൽ അങ്കിളിന്റെ ഷീ ഈസ് എ ഡോട്ടർ ഓഫ് ദ ഓൺലി ഡോട്ടർ. ഈ മെറ്റേണൽ അങ്കിളിന്റെ ഫാദറിന്റെ ഷീ ഈസ് എ ഡോട്ടർ ഓഫ് ദി ഓൺലി ഡോട്ടർ ഓഫ് ദി ഫാദർ ഓഫ് മൈ മെറ്റേണൽ അങ്കിൾ. മെറ്റേണൽ അങ്കിളിന്റെ ഫാദർ. ഓക്കെ, മെറ്റേണൽ അങ്കിളിന്റെ ഫാദറിന്റെ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ അതാരാ? ഈ ബോയുടെ മദറാണ്. ഓക്കെ, ഓൺലി ഡോട്ടർ. ദെൻ ഷീ ഈസ് എ ഡോട്ടർ ഓഫ് ദ ഓൺലി ഡോട്ടർ. ഈ ഓൺലി ഡോട്ടറിന്റെ ഡോട്ടർ എന്ന് പറയുമ്പോൾ ഈ ബോയുടെ ആരാണ്? സിസ്റ്റർ ആണ്. ബോയുടെ സിസ്റ്റർ ആണ് ആര്? ആ പറഞ്ഞ ഗേൾ ആയതുകൊണ്ട് മൈനസ് കൊടുത്തു. ഓക്കെ, ഹൗ ഈസ് എ ഗേൾ റിലേറ്റഡ് ടു ദ ബോയ്? ഗേൾ ബോയുടെ ആരാണ്? സിസ്റ്റർ ആണ്. ഓപ്ഷൻ എ, സിസ്റ്റർ. അടുത്ത ചോദ്യം, വിച്ച് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് കംപ്ലീറ്റ് ദ സീരീസ് കംപ്ലീഷനിലെ ഒരു ചോദ്യമാണിത്. ഈ ഒരു സീരീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ ആദ്യം ഒരു ക്യാപിറ്റൽ ലെറ്റർ എ കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ എ അല്ല, അത് സ്മോൾ ലെറ്റർ എ തന്നെയാണ് കേട്ടോ. AC, പിന്നെ ഒരു ബ്ലാങ്ക് CAB, അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പൊ AC ഈ ഇടയ്ക്ക് എന്ത് വന്നാൽ
അത് സെയിം പാറ്റേൺ ഫോം ചെയ്യും. സെയിം പാറ്റേൺ AC AC. ഇങ്ങനെ നോക്കിക്കേ, AC AC, then AB AB, AC AC, AB AB, AC AC. സെയിം പാറ്റേൺ പോകുന്നില്ലേ? AC AC, AB AB, AC AC, AB AB, AC AC. അപ്പൊ AA CBC, AA CBC, ഓപ്ഷൻ C. ഓക്കെ. അടുത്തത് അറേഞ്ച് ദ ഫോളോവിങ് വേർഡ്സ് ഇൻ ഡിക്ഷണറി ഓർഡർ. ഇതും എപ്പോഴും തന്നെ ചോദിക്കുന്ന ടൈപ്പാണ്. ഇത് സിമ്പിൾ ആണ്, പക്ഷെ ശ്രദ്ധിക്കാതെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നിരിക്കുന്ന വേർഡ്സ് അറേഞ്ച് ചെയ്താൽ മതി. ഇപ്പൊ എല്ലായിടത്തും നോക്കിയാൽ ST ആണ്, STI വെച്ചിട്ടാണ് തുടങ്ങിയേക്കുന്നത്. STI കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇവിടെ F ആണ്, ഇവിടെ രണ്ടിടത്തും N ആണ്, ഇവിടെ L ആണ്. സോ F വെച്ചിട്ട് വരുന്നത് 2 സെക്കൻഡ് വേർഡ്. പിന്നെ എന്താണ്? F കഴിഞ്ഞ L ആണോ N ആണോ വരിക? L ആണ്. സോ 1 ആണ് പിന്നെ വരിക. പിന്നെ വരുന്നത് N ആണ്. N കഴിഞ്ഞിട്ട് വരുന്നത് ഇവിടെ K ആണ്, ഇവിടെ G ആണ്. ഏതാണ് ആദ്യം വരുന്നത്? G ആണ്. അപ്പൊ 4 ആണ്, then 3 ആണ്. 2 1 4 3, 2 1 4 3. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സ്റ്റിഫിൽ STIF, ഓക്കെ. STIL, then STIN G. സോ 4 then 3. 2 1 4 3 തന്നെയാണ്. 2 1 4 3 ഓപ്ഷനിലില്ല. 2 1 4 3. ഓക്കെ. അടുത്ത ചോദ്യം, ദ പ്രസന്റ് ഏജ് ഓഫ് എ മദർ. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ അല്ലേ എന്നൊരു സംശയം വരാം, പക്ഷെ ഇങ്ങനത്തെ റീസണിങ്ങിലും ചോദിക്കാറുണ്ട്. ഓക്കെ. പ്രസന്റ് ഏജ് ഓഫ് എ മദർ ആൻഡ് സൺ ആർ ഇൻ ദ റേഷ്യോ 2:1. ഓക്കെ. മദറിന്റെയും സണ്ണിന്റെയും ഏജിന്റെ റേഷ്യോ 2:1 ആണ്. ആൻഡ് ദ റേഷ്യോ ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 3:1. ഫാദറിന്റെയും സണ്ണിന്റെ റേഷ്യോയുടെ ഏജ് എന്താണ്? 3:1. അപ്പൊ ഞാൻ നേരെ തിരിച്ച് 1:3 എന്ന് എഴുതി. ഇഫ് ദ സം ഓഫ് ദെയർ ഏജ് ഈസ് 84 years, ഫൈൻഡ് ദ സൺസ് ഏജ്. ഓക്കെ. 3 പേരുടെയും ഏജിന്റെ സം 84 ആണ്. അങ്ങനെയാണെങ്കിൽ സണ്ണിന്റെ ഏജ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇവരുടെ 3 പേരുടെ ഏജ് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ ഈ 1 എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തു, ഇവിടെ ഈ 1 എടുത്തിട്ടേക്ക് ഇപ്പുറത്തേക്ക് കൊടുത്തു. 2 into 1 2 is to 1 into 1 1 is to 1 into 3 3. 2 is to 1 is to 3 എന്ന് വരും. ഓക്കെ. റേഷ്യോ വരുന്നത്. അപ്പൊ 3 പേരുടെ ആഡ് ചെയ്ത് എന്ത് വരും? 2 + 1 3, 3 + 3 6. 6 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മ് 84 ആണ്. അപ്പൊ 1 യൂണിറ്റ് എന്താണ്? 1 into 6 6, 4 into 6 24. 1 യൂണിറ്റ് 14 ആണ്. സണ്ണിന്റെ ഏജ് ആണ് വേണ്ടത്. സണ്ണിന്റെ ഏജ് എന്താ? 1 യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് 14. ഓപ്ഷൻ ഡി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പറയുക മദറിന്റെ ഏജ് എന്താവും? 2 into 14 28. ദെൻ ഫാദറിന്റെ ഏജ് എന്താവും? 3 into 14 42. ഓക്കെ. അടുത്തത് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 6 12 20 30. 2 + 4 ചെയ്താൽ 6 കിട്ടും. 6 + 6 ചെയ്താൽ 12 കിട്ടും. 12 + 8 ചെയ്താൽ 20. 20 + 10 ചെയ്താൽ 30. 4 6 8 10. അപ്പൊ അടുത്ത് എന്തായിരിക്കും? 12. അപ്പൊ 30 + 12 എന്താണ്? 42. 42 ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ. അടുത്ത ചോദ്യം ഡയറക്ഷൻ ആണ്. എ പേഴ്സൺ വാക്സ്. അപ്പൊ നമ്മൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വരച്ച് പോവാന്നുള്ളതാണ്. എ പേഴ്സൺ വാക്സ് 10 meter ടുവേർഡ്സ് എ നോർത്ത്. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ദെൻ നോർത്തിലേക്ക് 10 meter പോയി. നോർത്തിലേക്ക് 10 meter. ദെൻ ടേൺസ് റൈറ്റ്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. ആൻഡ് വാക്സ് 15 meter. 15 meter നടന്നു. ഓക്കെ. ഹി ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 10 meter. വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു. 10 meter നടന്നു. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഇപ്പോ ഇത്രയും ഡിസ്റ്റൻസ്. അതെന്താണ്? ഈ 15 meter തന്നെയാണ് അല്ലെ? 15 meter. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ റീസണിങ്ങിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്തത്. അപ്പോൾ നമ്മൾ SSC CGL ഇത്തവണത്തെ SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് വീക്ക്ലി മന്ത്ലി റിവിഷൻ ഓൾസോ ഉണ്ടാവും. വീക്ക്ലി മന്ത്ലി മോക്ക് ടെസ്റ്റ് ഓൾസോ ചെയ്യിപ്പിക്കുന്നുണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ തവണത്തെ CGL എക്സാം റിവിഷനും മോക്ക് ടെസ്റ്റും എല്ലാം അറ്റൻഡ് ചെയ്ത് നമുക്ക് ഇത്തവണ CGL എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ SSC എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്